ഈശോയുടെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും ദൈവത്തിന്റെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച ലവ് ജഹാദിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തു. അത് കേട്ട് കഴിഞ്ഞപ്പം എന്റെ കുറേ കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവും യഹോവയും ഒന്നല്ല എന്ന് പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഈ അന്വേഷിച്ച് എന്നോട് ചോദ്യം ചെയ്ത ആളുകളെ കുറിച്ച് പഠിച്ചപ്പോ ഭൂരിഭാഗം ആളുകളും പൗരസ്ത്യ സഭയിൽ ചേർന്ന ആളുകളാണ്, പാശ്ചാത്യ സഭയിലുള്ളവരല്ല. പൗരസ്ത്യ സഭ എന്ന് ഉദ്ദേശിച്ചാൽ ഈ കാൽഡിയൻ സമൂഹത്തിൽ ഇരുന്ന് വന്ന സിറോ മലബാർ, അതുപോലെ മലങ്കര, ഇല്ലെങ്കിൽ യാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ്, ഇങ്ങനെ ഈ പൗരസ്ത്യ അല്ലെങ്കിൽ ഈ സിറിയൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സഭകളിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ് കൂടുതലും ഈ ചോദ്യം എന്നോട് ഉന്നയിച്ചത്. പഴയ നിയമത്തിൽ പറയുന്ന യഹോവ തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹ്? അപ്പൊ അതിന് മറുപടി പറയണമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രേരിപ്പിച്ചത് കൊണ്ട് ഞാനൊന്ന് ഈ ടോക്കൊന്ന് ഒരു സെൽഫി റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ പഴയ നിയമത്തിലുള്ള പേരെന്താ? ഹീബ്രു ഭാഷയിൽ ദൈവത്തിന് നൽകിയിരിക്കുന്ന പേര് എലോഹിം എന്നൊരു വാക്കാണ്. എലോഹിം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, ക്രിയേറ്റർ എന്നർത്ഥം. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഏൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഏൽ ഷഡായ്, ഏൽ ഷമ്മ, ഏൽ റോഹ, ഏൽ റാഫ, ഏൽ റോയ്, ഏൽ. അരമായിക് ഭാഷയിൽ ദൈവത്തിന് ഉപയോഗിച്ച പേര് ഏലി എന്നാണ്. ഈശോ കുരിശിൽ നിന്ന് വിളിക്കുന്ന വാക്ക് നിങ്ങൾക്കറിയാം, ഏലി ഏലി ലമാ സബക്താനി. ഈ ഏലിയെ പലപ്പോഴും സിറിയൻ അരമായിക്കുകാർ ആലാഹ എന്ന് വിളിച്ചത് നമുക്കറിയാം. ഖദ്ദീഷ താലാഹ, ഖദ്ദീഷ തൈസോന അല്ലേ ദൈവം പരിശുദ്ധനാണെന്ന് പറയുന്ന ഈ ആലാഹ എന്നത്. ഈ ആലാഹയാണ് അള്ളയായി മാറിയത് എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ അവിടെയാണ് നമ്മൾ വിശ്വാസത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകേണ്ടത്. അറബിയിൽ ദൈവത്തിന്റെ പേര് ഇലാഹ് എന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഹീബ്രുവിൽ എലോഹിം എന്നും അരമായിക്കിൽ ഏലി എന്നും അറബിയിൽ ഇലാഹ് എന്നുമാണ്. ഇലാഹ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോ ഈ ഷാക്കിർ നായക്ക് പരസ്യമായിട്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്തുന്ന ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബില്. അതിൽ അദ്ദേഹം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ അഷ്ഹദു, ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറയുന്നു, അൻ നിശ്ചയമായും, ലാ ഇലാഹ ഒരു ദൈവവുമില്ല, ആരാധനക്കർഹനായ ഒരുത്തനുമില്ല, ഇല്ലല്ലാ അല്ല ഒഴികെ വേറൊരു ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇലാഹ് എന്നൊരു വാക്കുണ്ട്, അല്ലാഹ് എന്ന വാക്കുണ്ട്. അപ്പൊ ഇലാഹില്ല, ദൈവവും ഇല്ല, ദൈവങ്ങളില്ല, ഒന്നുമില്ല, ഒറ്റൊരാള് അല്ലാഹ് മാത്രം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതുണ്ടായത് എങ്ങനെയാന്ന് പറയാം. നിങ്ങളെ ഞാനിപ്പോ ഇടുന്ന ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ടേക്കണം. സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞല്ലോ. ഈ ഇസ്ലാം ഉണ്ടാകുന്നതിന്റെ മുമ്പ്, അതായത് മുഹമ്മദ് നബി പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പും അള്ളാഹ് എന്ന പേര് അറബിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബിയുടെ ബാപ്പയുടെ പേര് പോലും അബ്ദുള്ള എന്നാണ്, അള്ളാന്റെ അടിമ എന്നാണ്. അദ്ദേഹം ജനിച്ച അറബിയിലെ ഒരു സമൂഹത്തിന്റെ പേരാണ് ഖുറൈശികൾ എന്ന്. ഖുറൈശികൾ എന്ന് പറയുന്ന അറബികളുടെ ദേവാലയമായിരുന്ന അന്നത്തെ മക്കയില്, അതായത് ഇന്നത്തെ ആ കഅബയില് 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദൈവമല്ല, രണ്ട് ദൈവമല്ല, 360 വിഗ്രഹങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വിഗ്രഹത്തിന്റെ ദൈവത്തിന്റെ പേരൊക്കെ ഖുറാനിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത, അൽ ഉനാസ, അൽ മസ്സ, ഇങ്ങനെ കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളിൽ ഏറ്റവും ചീഫായ അല്ലാത്ത എന്ന ഒരു ദേവതയുണ്ടായിരുന്നു. ആളുടെ മക്കളാ ബാക്കിയുള്ളതെല്ലാം എന്നൊക്കെ ചരിത്രങ്ങളിൽ പഠിച്ചാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ അല്ലാത്ത എന്ന അറബിയിൽ എഴുതുന്ന അലിഫ് ലാം ദീർഘം ഇട്ടിട്ട് പിന്നെ തായാണ് അവസാനം വരുന്നത്. ഇന്ന് അല്ലാഹ് എന്ന് എഴുതുന്നത് അത് തന്നെയാണ്, അലിഫ് ലാം